ഗവേഷണ കേന്ദ്രത്തിലെ റിട്ടയർഡ് സയന്റിസ്റ്റാണ്. കേരളത്തിലെ തന്നെ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ മുൻനിരക്കാരിൽ ഒരാളായി പ്രവർത്തിച്ചു വന്ന് പരിസ്ഥിതി പ്രവർത്തകർക്ക് എല്ലാം സുപരിചിതനും അവരുടെ സുഹൃത്തുമായ ഡോക്ടർ എസ് ശങ്കറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. MP സുരേന്ദ്രൻ തൃശ്ശൂരെ സീനിയർ ജേർണലിസ്റ്റാണ്. സൂക്ഷ്മമായ നമ്മുടെ ഗതികെട്ടിയ പ്രശ്നങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ പാർട്ടികൾക്കും അതീതമായി ഇവിടെ നിൽക്കുന്ന പോലീസുകാരടക്കം മാധ്യമങ്ങളടക്കം എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്, മനസ്സിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ പറയാനുള്ളത്, ഈ മാരകമായ ഈ കേരളത്തിനെ നശിപ്പിക്കുന്ന ഈ കേരളയിൽ നിന്ന് ഇതിന്റെ ഭരണകർത്താക്കൾ, ഉദ്യോഗസ്ഥന്മാർ പിൻവാങ്ങണമെന്നുള്ളതാണ്. ഇന്ന് നമ്മൾക്കറിയാം, കേരളം ഒരു ആത്മഹത്യാ മുനമ്പിലാണ് കേരളം നിൽക്കുന്നത്. കേരളത്തിന്റെ ഇന്നത്തെ പാരിസ്ഥിതികമായ സന്തുലനം എന്ന് പറയുന്നത് വളരെ തകരാറിലായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 2018 ദുരന്തങ്ങളും 2019, 2020, 2021 തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലുകൾ, മണ്ണൊലിപ്പുകൾ, അല്ലെങ്കിൽ കുന്നിടിച്ചിലുകൾ, മലയിടിച്ചിലുകൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പാരിസ്ഥിതികമായ ദുരന്തങ്ങൾ കൊണ്ട് കേരളം ഇന്ന് ഒന്നുമല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത്, കേരളം ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും കേരളത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ വളരെ അടുത്തുനിന്ന് വീക്ഷിക്കുകയും കഴിഞ്ഞ 10-30 കൊല്ലമായി വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, കേരളം 2050 കേരളം ഇന്നത്തെ കേരളം ഉണ്ടാവുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. നമ്മുടെ കുട്ടികൾ ആലോചിക്കണം. ഇവിടെ MSW കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾ ആലോചിക്കണം. ഇത് കേരളത്തിൽ 2050 എനിക്ക് ഉറപ്പിച്ച് പറയാനായി കഴിയും. ഇന്നത്തെ പോലെയാണ് കേരളം മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇന്നത്തെ വികസന പ്രക്രിയയാണ് കേരളത്തിന്റെ മുന്നിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും കേരളം ഈ ഭൂപടത്തിന്റെ ഇന്ന് കാണുന്ന ഭൂപടത്തിൽ ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ 2018 ഭൂപടം കേരളത്തിന്റെ പ്രളയം ഉണ്ടാക്കി വെച്ച ഭൂപടത്തിൽ നിന്ന് അപ്പുറത്തേക്ക് കേരളത്തിന് പോകാൻ സാധിക്കില്ല. അതിലേക്ക് ആക്കം കൂട്ടുന്നതായിരിക്കരുത് നമ്മളുടെ ഓരോ ചുവടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേരളം ഇന്ന് കഴിഞ്ഞ 50 കൊല്ലമായി കേരളം ഇടതും വലതും അല്ലെങ്കിൽ വലതിന്റെ വലതുമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ കേരളത്തിന്റെ വികസനത്തെ, കേരളത്തിന്റെ കാടുകളെ, പാറക്കെട്ടുകളെ, നദികളെ, കേരളത്തിന്റെ കടലോരങ്ങളെ എല്ലാം തന്നെ വിഷലിപ്തമാക്കി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നമുക്ക് 2 അക്ഷരത്തിലെ പറയാൻ, 2 വാക്കുകളിലെ പറയാനുള്ളൂ. കേരളം ഒരു ഇക്കോ ഫാസിസത്തിന്റെ, യഥാർത്ഥത്തിലുള്ള ഫാസിസത്തിന്റെ, ഇക്കോ ഫാസിസത്തിന്റെ ഒരു മറവിൽ കൂടെ, ഒരു മുന്നിൽ കൂടെ കടന്നു പോവുകയാണെന്നുള്ളതാണ്. അതിൻ്റെ ജനകീയ ഭാഷ ജനാധിപത്യമാണെന്ന് തോന്നുന്നെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രൂരമായ, വിഷലിപ്തമായ നഖങ്ങളുമെല്ലാം നമ്മൾ കണ്ടെടുത്തേ മതിയാകും. അതാണ് കേരളത്തിൻ്റെ ജനകീയമായ ഒരു മുന്നേറ്റത്തിന് സാധിക്കണമെങ്കിൽ ഈ ഇക്കോ ഫാസിസ്റ്റുകളായ എല്ലാ രാഷ്ട്രീയക്കാരെയും, അവരെ ഏത് പാർട്ടിയിൽ നിന്ന് വേണമെന്നില്ല, ഞാനൊരു പാർട്ടിയുടെയും ഒരു മുഖ്യമന്ത്രിയുടെയും വേറൊരാളുടെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെ തോൽപ്പിക്കാനായിട്ട്, അവരെ പരാജയപ്പെടുത്താനായിട്ട് ധാർമ്മികമായൊരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ കേരളത്തിന് മുമ്പ് തന്നെ 2050 മുമ്പ് തന്നെ കേരളം ഉണ്ടാവില്ല. നമ്മളുടെ മക്കൾക്ക്, അവരുടെ മക്കളായ ചെറുമക്കൾക്ക്, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കേരളത്തിൽ ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഇതൊക്കെ ഭാഗികമായ തരത്തിൽ ശരികളൊക്കെ ഉണ്ടെന്ന് തോന്നാം. പക്ഷേ ഇവിടെയൊന്നും കുടിയൊഴിപ്പിക്കപ്പെട്ട ആർക്കും തന്നെ അവർക്ക് വേണ്ടതായ പുനരധിവാസങ്ങൾ, നർമ്മദയിൽ ചെയ്ത പോലെയുള്ള പുനരധിവാസ സമീപനങ്ങളോ അതിൻ്റെ വിജയങ്ങളോ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇന്നും ആ ഇരകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളായി അനാഥരായി അവഗണിക്കപ്പെട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഈ കേരളം എന്ന് പറയുന്നത് ഇത് കച്ചവടമാണ്. ഈ കഴുത്തറപ്പൻ നിയോജകപ്രദേശത്തിന്റെ കച്ചവടത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രോജക്റ്റാണ്, ഒരു പദ്ധതി മാത്രമാണ് ഇതിന് ഈ കേരളം എന്ന് പറയുന്ന ഈ പദ്ധതി ഉള്ളത്. ഈ പദ്ധതിയെ നമ്മൾ
ഈ പദ്ധതിക്ക് അല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. വാസ്തവത്തിൽ കേരളത്തിൽ ചെയ്യേണ്ടത്, കേരളം ഇനി അതിജീവിക്കണമെങ്കിൽ, കേരളത്തിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ചെറുമക്കൾ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. 2013 ഗാഡ്ഗിൽ, പ്രൊഫസർ ഗാഡ്ഗിൽ, മാധവ് ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ച ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പാക്കുക, ജനകീയമായി നടപ്പാക്കുക. അത് ഓരോ തലങ്ങളിൽ നിന്ന്, അടിസ്ഥാന തലങ്ങളിൽ നിന്ന് അതിനെ മുന്നോട്ട് കൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്ന പ്രശ്നങ്ങളില്ല, അവിടെ മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. അത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ നിസ്തുലം അത് വായിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് കേരളത്തിൻ്റെ ജനകീയമായ പാരിസ്ഥിതികമായ അവബോധത്തിൻ്റെ വികസനത്തിൻ്റെ പുതിയൊരു വികസനത്തിന് നാന്ദി കൊടുക്കുന്ന, പ്രകാശം ചെലുത്തുന്ന ഒരു വലിയ അടിസ്ഥാനപരമായ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇന്ന് വരെ നമ്മുടെ ഒരു സർക്കാരും, വലതുപക്ഷായാലും ഇടതുപക്ഷായാലും BJP ആയാലും ആരും തന്നെ അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുമ്പിലേക്ക് ഒരു സമരം ചെയ്യാനോ കേരളത്തിലെ ജനങ്ങളോട് പറയാനോ എന്ന് സമ്മതിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ കേരളത്തിൻ്റെ ജനങ്ങളെപ്പറ്റി എനിക്ക് വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. ഒരു കിറ്റിന് വേണ്ടി, ഒരു റേഷൻ കാർഡിന്റെ കിറ്റിന് വേണ്ടി, അല്ലെങ്കിൽ കൊറോണ കാലത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സൗജന്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എതിർക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാറുണ്ട്. വസ്തുനിഷ്ഠമാണ്, യുക്തിഭദ്രമാണ്. പക്ഷെ ഒരു കാരണം പോലും ഈ പദ്ധതിയെ അനുകൂലിക്കുന്നവർക്ക് പറയാൻ കഴിയുന്നില്ല. ഇതിന്റെ MD അജിത് കുമാർ പല വേദികളിലും നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളതും മറ്റു പല സംഘടനകൾ സംഘടിപ്പിച്ചിട്ടുള്ള വേദികളിലും വന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എഴുതി കൊടുക്കുന്നതും വായിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഈ സർക്കാരിന്റെ വക്താക്കളും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വിഷം പിടിച്ച കാര്യം. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നിലനിൽപ്പിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇരകളാക്കപ്പെടുന്ന 20,000-ലേറെ കുടുംബങ്ങളുടെ നിലനിൽപ്പല്ല. ഞാൻ ഓർക്കുന്നു, ആദ്യം ഇരകൾ എന്ന നിലയിൽ വന്നു. പക്ഷെ അങ്ങനെ വന്ന മുഴുവൻ ആളുകളും ഇന്ന് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ പ്രശ്നമല്ല, ഈ കേരളത്തിന്റെ നിലനിൽക്കുന്ന സമൂഹത്തിന്റെ മാത്രം പ്രശ്നമല്ല, ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെയും പ്രശ്നമാണ്, ഭാവി തലമുറയുടെ പ്രശ്നമാണ് എന്ന തിരിച്ചറിവിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ്, ചെറുത്തുനിൽപ്പ് ശക്തമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്റെ താല്പര്യം മാത്രമാണെങ്കിൽ അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോവാം. ഇതൊരു പൊതുസമൂഹത്തിന്റെ താല്പര്യമാണ്. ഞാൻ ഈ സമൂഹത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ പ്രവർത്തിച്ചാൽ അയാൾക്ക് ഏതറ്റം വരെയും പോകാൻ കഴിയും. അല്ലെങ്കിൽ ദൗർബല്യമുണ്ടാവും, ദുർബലരാവും. അപ്പൊ ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നാകെ ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇതിനെ ന്യായീകരിക്കാൻ ഒരാൾക്കും കഴിയാത്ത തരത്തിൽ അത്രയും അസംബന്ധമായൊരു പരിപാടി. ഇതിന്റെ DPR പ്രസിദ്ധീകരിക്കുന്നില്ല. ശ്രീധരൻ സാർ ആവർത്തിച്ച് പറയുന്നു. ആലോക് കുമാർ വർമ്മ, ഇന്ത്യൻ റെയിൽവേയുടെ മുൻ ചീഫ് എഞ്ചിനീയർ, അദ്ദേഹം തള്ളിക്കളഞ്ഞ, അതിന്റെ സാധ്യതാ പഠനം നടത്തിയ അദ്ദേഹം തള്ളിക്കളഞ്ഞൊരു പദ്ധതി നിയമസഭയിൽ ചർച്ച ചെയ്യുന്നില്ല. MLA-മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കുന്നില്ല. ഇടതു മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല. ഈ സർക്കാരിന്റെ പാർട്ടികളുടെ ഒന്നും കമ്മിറ്റികളും ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ എവിടെ ചർച്ച ചെയ്തു? ആര് ചർച്ച ചെയ്തു? ചർച്ച ചെയ്യട്ടെ. കേരളത്തെ വികസിപ്പിക്കാനാണെങ്കിൽ ചർച്ച ചെയ്യട്ടെ. എന്തിനാണ് നിങ്ങൾ രാത്രിയിൽ സ്വകാര്യ വ്യക്തികളുടെ വീടുകളിൽ അതിക്രമിച്ച് കയറി കല്ലിടുന്നത്? ഒരു വികസന പദ്ധതിയാണെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? ഈ തൃശ്ശൂര് നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. രാത്രി 8 മണിക്ക് ഒരു വീട്ടിൽ ചെല്ലുന്നു. ഒരു പ്രായമായ അമ്മയും മകനും മാത്രമേ ഉള്ളൂ. ബഹളം കേട്ടവർ ഇറങ്ങി വരുമ്പോ ഇതാണ് കാണുന്നത്. ചോദിക്കുമ്പോൾ പോലീസിനെ വിളിച്ച് ഞങ്ങളുടെ കേസ് ലഭിക്കുമെന്ന് പറയുന്നു. ആരാണ് ചെയ്യുന്നത്? തഹസിൽദാരിന്റെ വലിയ ഓഫീസറില്ല, പഞ്ചായത്ത് മെമ്പറില്ല, ഒരു ഔദ്യോഗിക വ്യക്താക്കളുമില്ല. എവിടുന്നോ വന്ന ആളുകൾ. നമ്മൾ ആരും വിശ്വസിച്ചു? നമ്മുടെ DGP-യെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രി ഉപദേശിക്കുന്ന ഉപദേശകരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? 3 DGP-മാരും ഉണ്ടായിരുന്നു. 3 പേരും പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത് ബാക്കിയുള്ളവർ 2 പേരും കള്ളന്മാരാണ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? മുഖ്യമന്ത്രി ഉപദേശിച്ചുകൊണ്ടിരുന്നവൻ ജയിലിൽ കിടന്ന് നമ്മൾ കണ്ടില്ലേ? ആരും വിശ്വസിക്കും നമ്മൾ? അങ്ങനെയുള്ള കേരളത്തിൽ എവിടുന്നോ വന്ന ചില ആളുകൾ രാത്രിയിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. അവർ തന്നെ കല്ലുകൾ കുഴിച്ചിരുന്നു. നമ്മളെന്താ നോക്കി നിൽക്കണോ?
നമ്മുടെ കയ്യിൽ കെട്ടി നോക്കി നിൽക്കണം. കൊല്ലത്ത് ചെന്നു 2 ദിവസങ്ങളിൽ ചേർത്ത് നിൽക്കുന്നു. പോലീസ് മതിൽ ചാടി കിടക്കുന്നു. കല്ല് പൊളിച്ചിടാൻ വേണ്ടി മതിൽ ചാടി കിടക്കുന്നു. നിങ്ങൾ എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്? ബൗണ്ടറീസ് ആൻഡ് സർവേ ആയിക്കൊണ്ട് ഇവിടെ അതിന്റെ ഒരു 6-1 നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് തർക്കം പരിഹരിക്കാൻ തഹസീൽദാർക്ക് നമ്മുടെ വസ്തുവിൽ കയറാം, ആർക്കും തടയാൻ പറ്റില്ല. ആ നിയമം അനുസരിച്ച് കേരളത്തിന് ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമോ വ്യക്തമാക്കണം. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ചാണെങ്കിൽ അതിന് ഹൈക്കോടതി അതിന്റെ മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതനുസരിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഇറക്കി എന്ന് പറയുന്നു. എവിടെ നോട്ടിഫിക്കേഷൻ? ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം. 2 പ്രാദേശിക ഭാഷകളിൽ 2 പത്രങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കണം. പ്രസിദ്ധീകരിച്ചോ? നിങ്ങൾ വീടുകളിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ വസ്തു ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കണം. നോട്ടീസ് കൊടുത്തോ? വസ്തു ഉടമയ്ക്ക് എന്തെങ്കിലും നിങ്ങൾ അറിയിപ്പ് കൊടുത്തോ? ഇല്ല. ആളുകളെ ഭീതിയിലാക്കുന്നു. ഉണ്ടായി സംഘടിക്കുന്ന ഒരു സർക്കാർ. പോലീസ് മന്ത്രി മറുപടി പറയണ്ടേ? ഇങ്ങനെയാണ് ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ഒരു ഭൂമിയിൽ ഇന്ന് കാര്യങ്ങൾ പോവുകയാണ്. ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് കേരളം തെളിയിച്ചുകൊണ്ടിരിക്കുക. സെക്രട്ടേറിയറ്റ് മത്സരങ്ങൾ പറഞ്ഞു, കല്ലിടാൻ വന്നാൽ ഞങ്ങൾ തടയും, ഇടുന്ന കല്ലുകൾ വീഴുക കളയും. കൊല്ലത്ത് വീഴുത് കളഞ്ഞു. തൃശ്ശൂരിട്ട കല്ല് അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം അതൊരു സ്മാരകമാണ്. രാത്രിയിൽ കടന്നു വന്ന കല്ല് അവിടെ കിടക്കണം. ഇവിടുത്തെ മാധ്യമങ്ങൾ അത് പോയി കണ്ടു, ചാനലുകൾ വാർത്തയാക്കി, രാഷ്ട്രീയ നേതാക്കന്മാരും പോയി കാണണം. ഇങ്ങനെയാണോ കേരളത്തിൽ ഒരു വസ്തുവിൽ കല്ലിടുന്നത്? നമ്മൾ വിട്ടുകൊടുക്കില്ല. നമ്മൾ വിട്ടുകൊടുക്കില്ല. ഇന്നിപ്പോ കോട്ടയം ജില്ലയിൽ നിന്നും ആർക്കും വരാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് വല്ലമായി അവിടെ കല്യാണം നാടകം നടത്തിക്കൊണ്ടിരിക്കുക. 100 കണക്കിന് പോലീസിന്റെ അകമ്പടിയോടുകൂടി. നിങ്ങൾ എത്ര പോലീസിനെ അണിനിരത്തിയാലും കഴിയില്ല എന്ന് രാജ്യം തെളിയിച്ചു. പട്ടാളത്തെ അണിനിരത്തിയാലും കഴിയില്ല എന്ന് രാജ്യം തെളിയിച്ചു. പിന്നെയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. പേരെന്ന് പറയുന്നതിൽ വിഷമമുണ്ട്. കഴിയില്ല. കാരണം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, അനീതിക്കെതിരായ പോരാട്ടമാണ്. സ്വന്തം കൺമുന്നിൽ നടക്കുന്ന അനീതിക്കെതിരെ പ്രതികരിക്കുവാൻ ഇന്ത്യയിലെ ഏതൊരു പൗരനും അവകാശമുണ്ട്. കൊല്ലത്ത് അവിടെ പ്രതിഷേധിച്ച ആളുകളോട് ചോദിക്കുന്നു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? പോലീസുകാരനാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു, ആ ചോദിക്കുന്നവൻ ഏത് നാട്ടുകാരനാണെന്ന് ചോദിക്കാൻ നമുക്ക് നാട്ടിലുണ്ടാവണം. നീ ഏത് നാട്ടുകാരനാണ്? പോലീസുകാരൻ വരുന്ന ഉദ്യോഗസ്ഥൻ ഏത് നാട്ടുകാരനാണ്? ഡൽഹിയിൽ നിന്ന് വയനാട്ടിൽ നിന്ന് വയനാട്ടിലെ ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ രാഹുൽ ഗാന്ധി MP ആയിട്ടുണ്ട് കേരളത്തിൽ. ആ ഇന്ത്യയിൽ ഒരു പോലീസുകാരൻ നമ്മളോട് ചോദിക്കുന്നു, നീ ഏത് നാട്ടുകാരനാണ്? ഞാൻ നടന്നു പോകുമ്പോൾ തൃശ്ശൂർ, ഞാൻ തിരുവല്ലക്കാരനാണ്, തൃശ്ശൂർ കൂടി നടന്നു പോകുമ്പോൾ ഒരു സഹോദരിയെ ഏതെങ്കിലും ആക്രമിച്ചാൽ ഞാൻ ഈ നാട്ടുകാരനല്ല എന്നുള്ളത് കൊണ്ട് ഇടപെടാതിരിക്കണോ? നിങ്ങൾ ഏത് നിയമമാണ് പറയുന്നത്? സാമൂഹ്യ വിരുദ്ധന്മാരാണോ കേരളം ഭരിക്കുന്നത്? ആണെങ്കിൽ എങ്ങനെ പറയും? സമ്മതിക്കാം. പറഞ്ഞു പോയാൽ ഒരുപാട് പറയേണ്ടി വരും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് മേഖലയുടെ മുഖത്തുനിന്ന് കേൾക്കാൻ ധാരാളമുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് സമരങ്ങൾ. നന്ദിഗ്രാമിലും സിംഗൂരിലും കടന്നു ചെന്ന ഈ മേധാവിയെ അന്നത്തെ പോലീസ് തടഞ്ഞു. അതുകൊണ്ട് സമരം പരാജയപ്പെട്ടോ? സമരം പരാജയപ്പെട്ടോ? 16 പേരെ വെടിവെച്ചു കൊന്നു. സമരം പരാജയപ്പെട്ടോ? 700ഓളം ആളുകൾ ഡൽഹിയിൽ മരണപ്പെട്ടു. രക്തസാക്ഷികളായി സമരം പരാജയപ്പെട്ടോ? ചെങ്ങലയിൽ നിങ്ങൾ അടിച്ചമർത്തുമെന്ന് പറഞ്ഞ് പരാജയപ്പെട്ടോ? വിളപ്പിൽശാലയിൽ പരാജയപ്പെട്ടോ? രാജ്യമലയിൽ പരാജയപ്പെട്ടോ? പരാജയപ്പെട്ടില്ല. ഇത് ജനകീയ സമരമാണ്. സംസ്ഥാന കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സമിതിയല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം നയിക്കുന്ന സമരമല്ല. ഈരകളുടെ സമരമാണ്. ഈരകളോടൊപ്പം പരിസ്ഥിതി സാമൂഹ്യ രംഗത്തുള്ള ഈരകളോടൊപ്പം നിൽക്കുന്ന ആളുകൾ നയിക്കുന്ന സമരമാണ്. ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ആർക്കും പറ്റില്ല. ഈ സമരത്തെ വെല്ലുവിളിക്കാൻ ആർക്കും പറ്റില്ല. ഈ സമരം വിജയിക്കാൻ വേണ്ടി തുടങ്ങി വെച്ച സമരമാണ്. വിജയിച്ചേ അവസാനിക്കൂ. എല്ലാ പാർട്ടിക്കാരുമുണ്ട് നമ്മുടെ സമിതി. CPM-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJP-കാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, SUC-കാരുണ്ട്, RMD-കാരുണ്ട്,
എല്ലാ പാർട്ടിക്കാരും, കേരളത്തിലുള്ള എല്ലാ പാർട്ടിക്കാരും നമ്മുടെ സമിതിയിലുണ്ട്. അവരാരും പാർട്ടി ഐഡന്റിറ്റിയിലല്ല, അല്ലെങ്കിൽ ആ ഡ്രസ്സിലല്ല. നിരകളോടൊപ്പം നിൽക്കുന്നവർ കാര്യത്തിൽ ഭിന്നിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇന്നൊരു കുടുംബം പോലെയായിരിക്കുന്നു ഈ സമിതി. കേരളത്തിൽ ഉടനീളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വൈകാരികമായി അങ്ങേയറ്റത്തെ ഊഷ്മളമായ ബന്ധം ഇതിന്റെ നേതാക്കളും താഴെത്തട്ടിൽ വരെയുള്ള ആളുകൾ ഉണ്ടായിരിക്കുന്നു. വളരെ വേദനയോടുകൂടി പറയട്ടെ, കഴിഞ്ഞ ദിവസം ആലുവയിൽ ഒരു ഗൃഹനാഥൻ മരിച്ചു. 6-ാം തീയതി അദ്ദേഹം വാർത്തകൾ കാണുന്നു. റെയിൽവേ ബോർഡ് റെയിൽവേയുടെ സ്ഥലം അളക്കാൻ അനുവദിച്ചു എന്ന വാർത്ത. നമ്മുടെ കേരളത്തിൽ ഡാം തുറന്നുവിട്ടപ്പോൾ ഒഴുകി പോകേണ്ടി വന്ന ആളുകളുടെ ദയനീയമായ അവസ്ഥ അദ്ദേഹം വാർത്തയിൽ കാണുന്നു. ഭാര്യയോട് പറയുന്നു, ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെയും അവസ്ഥ ഇങ്ങനെയാകില്ലേ? നമ്മൾ എങ്ങോട്ട് പോകും? 2 സെന്റ് സ്ഥലമേ ഉള്ളൂ. 5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നത് വിറ്റ് ചികിത്സയ്ക്ക് വേണ്ടി. 2 സെന്റ് സ്ഥലത്ത് വീട് വെച്ച് താമസിക്കാൻ 2 കുട്ടികളും ഒരു അമ്മയുമായി വളരെ പാവപ്പെട്ട ഒരു കുടുംബം, കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിന്റെ ഗൃഹനാഥൻ ഭക്ഷണത്തിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യയോട് പറയുന്നു, നമ്മൾ എന്ത് ചെയ്യും? കാരണം വാർത്തകളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിന്റെ വാർത്തകളാണ്. പോലീസിന്റെ കുസ്തിപിടുത്തവും മതിൽചാട്ടിക്കടത്തവും ഒരമ്മച്ച് നിലവിളിക്കുന്നതെല്ലാം ആളുകൾ കാണുകയാണ്. ആ അച്ഛൻ അല്ലെങ്കിൽ ആ ഭർത്താവ് ഭാര്യയോട് സങ്കടപ്പെട്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന ഒരു രാത്രിയിൽ വീണ്ടും ഞെട്ടി ഉണർന്ന് അദ്ദേഹം ഭാര്യയെ വിളിച്ചുണർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും, നമ്മൾ എങ്ങോട്ട് പോകും എന്ന് ചോദിക്കുന്നു. രാവിലെ 6 മണിക്ക് ആ മനുഷ്യൻ വീണ്ടും മൃതദേഹമാണ് ഭാര്യ കാണുന്നത്. ചങ്കുപൊട്ടി മരിച്ചു. കേരള സമരത്തിന്റെ രക്തസാക്ഷി എന്ന് നമുക്ക് പറയാം. ഞാൻ ആ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് നമ്മുടെ സമിതിയുടെ പേരിൽ. ധാരാളം ആളുകൾ ഇന്ന് തീരുന്നുകൊണ്ടിരിക്കുക, വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യത്വമുള്ളവരാണെങ്കിൽ നിങ്ങൾ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ശ്രമിക്കണം. കേരളത്തിന്റെ MD എന്താണ് പറഞ്ഞത്? 2017 ഒക്ടോബറിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. 4 കൊല്ലം പിന്നിട്ടു. എന്തേ നിങ്ങൾ സാമൂഹ്യ ആഘാതങ്ങൾ നടത്തിയില്ല? എന്തേ നിങ്ങൾ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ശ്രമിച്ചില്ല? കഴിഞ്ഞ 6-7 വർഷമായി നിങ്ങൾ ഭരിക്കല്ലേ? ആരാണ് തടസ്സം? നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്ത, നിങ്ങൾ വോട്ട് ചെയ്ത സ്വന്തം അണികളെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുമോ? നിങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ ബോധ്യപ്പെടുത്തും. കഴിഞ്ഞ ദിവസം മനോരമയുടെ ചർച്ചയിൽ CPM-ന്റെ വലിയ നേതാവ് പ്രകാശൻ സിഖാവ് വന്നിരുന്നു പറയുന്നു, കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ എവിടം വരെ പ്രളയകാലത്ത് ജലമുയർന്നു അതിനേക്കാൾ 2 മീറ്റർ ഉയരത്തിൽ ചിറകെട്ടിയാണ് കേരളയിൽ കൊണ്ടുപോകുന്നത്. അതെന്തോ മേന്മയുള്ള കാര്യമാണെന്ന് അദ്ദേഹം വശായിരിക്കുക. 293 കിലോമീറ്റർ നീളത്തിൽ കേരളത്തിൽ പാവയ്ക്ക പോലെ പടിഞ്ഞാറോട്ട് ചരിഞ്ഞു കിടക്കുന്ന 41 നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന കേരളത്തിൽ എല്ലാ വർഷവും മിനിമം 1 തവണയോ അതിലേറെയോ കരകവിഞ്ഞൊഴുകുന്ന നദികളുള്ള കേരളത്തിൽ 293 കിലോമീറ്റർ നീളത്തിൽ 8 മീറ്റർ നമുക്ക് വിവരാവകാശം അനുസരിച്ച് മറുപടി തന്നതാണ്. 8 മീറ്റർ വരെ ഉയരത്തിൽ 25 മീറ്റർ വീതിയിൽ എംബാങ്ക്മെന്റ് കെട്ടും ചിറകെട്ടും. അതിന് മുകളിലേക്ക് റെയിലിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി വീണ്ടും 4.5 മീറ്റർ ഉയരത്തിൽ മതിലും കെട്ടും. ഒന്നാലോചിച്ച് നോക്കൂ, കേരളം എന്തായിത്തീരുമെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ബുദ്ധിജീവികളാകേണ്ട കാര്യമുണ്ടോ? നമുക്ക് സൗജന്യമായി 1/2 കിലോമീറ്റർ ഇടവിട്ട് അണ്ടർപാസുകൾ തരും. 1/2 കിലോമീറ്റർ ഇടവിട്ടെന്ന് പറയുമ്പോൾ 3 അടി വഴിയില്ലാത്ത ഒരാളും കേരളത്തിലില്ല. അതിന് പഞ്ചായത്ത് റോഡ് കണക്ട് ചെയ്ത് പിന്നെ PWD റോഡ് ഹൈവേയിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള ആ സഞ്ചാര സ്വാതന്ത്ര്യങ്ങൾ മുഴുവൻ തടയും ആർക്കോ ചിലരുടെ 4 മണിക്കൂർ കൊണ്ട് തെക്കോട്ടടിക്കാൻ വേണ്ടിയുള്ള കേരളയിൽ. എന്തിന് നമുക്ക് വേഗത വേണ്ടേ? അത് മാത്രമാണ് പ്രശ്നം. ഈ കരകവിഞ്ഞൊഴുകുന്ന നദികൾക്ക് കുറുകെ ഈ കോട്ട കെട്ടിവെക്കുകയും വർഷകാലത്ത് പെയ്ത്ത് വെള്ളവും നദികൾ കരകവിഞ്ഞൊഴുകുന്ന വെള്ളവും ഡാമുകൾ തുറന്നു വിടുമ്പോൾ വരുന്ന വെള്ളവും ഈ കോട്ടയിൽ വന്നിടിച്ചിട്ട് അണ്ടർപാസിലേക്ക് കയറിയാൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ എത്തണമെന്ന് പറഞ്ഞിരുന്നു. സംസ്ഥാന നേതാക്കൾ അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പല എല്ലാ ജില്ലകളിലും പോലീസുമായി സംഘടിപ്പിച്ചുകൊണ്ട് കേരളീയക്കാരും കല്ലിടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ നിങ്ങൾ ചെയ്താലും കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് 100% നമ്മൾ ഉറപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സമരം വിജയിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ തീരുമാനിച്ചാൽ മതി വിജയ പ്രഖ്യാപനം
നടത്തുവാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സംസ്ഥാന കേരള സിൽവർ ലൈൻ ജനകീയ സമിതിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിവർത്തനം ഒഴിമാറ്റം ഇവരെക്കൊണ്ട് ചെയ്യുന്നതാണ്. ഞാൻ പിന്നെ വിളിക്കടാ. ഞാൻ ഒരു കേരളത്തിന്റെ വിരുദ്ധ സമരത്തിൽ Wishes to you all on this International Human Rights Day. സമരം All the eminent persons on the dais, Mr. Rajivan, and all those who are leading the battle in different states on the issue of not just K-Rail but the development paradigm itself, as Mr. Arvind Dakshinji just mentioned very much details. It's not the strength but the spirit that you are conveying through this gathering. I know that you have already shown your mass organization Unity Solidarity on the 27th of September. When we were in Maharashtra with all our left front comrades participating in the farmer struggle. And you know that the farmer struggle is not just of the landowner farmers, but we include the farm laborers, the cattle grazers to the dairy workers, Adivasis living on the forest produce, fish workers, and all those who live on the natural resources. And to the extent that we have through Sanyukta Kisan Morcha, the alliance of 550 organizations, attained the victory in repeal of the 3 pro-corporate, anti-people, anti-constitution, anti-equity and justice laws. We are going to celebrate the same. But we know that we yet have a manzil which is far away. We have not yet achieved the real legal regime on the minimum support price for the agri and other natural produce. We still have to fight the battle for all the issues related to the Fasal Bima and all that is leading to the loot of the farmers. But friends, as someone just said, this struggle over last 1 year has certainly increased and widened the space and status of not just the farmers but the constitution itself that needs to be followed by the citizens as well as the rulers of this country. And that message really has conveyed to us that amidst the awfully fascist situation that we are experiencing in this country, which is corporatization based, which is consumerism based, which is corruption based, commodification based, we have to really fight through the people's movement and people's politics and nothing less than that. And that's why the victory of the farmers really show what you have already realized, that we have to rise beyond the party lines. The line that can be drawn can only be between development and destruction and nothing else. And I remember that
one of the central leaders, the ministers, who has been known for pushing the infrastructural projects ahead at any cost and expressing pride and privilege over that, had raised a question in the parliament a year ago as to whether you want environment or development. Now, this dichotomy is certainly laughable. Can there be any activity which can be called as developmental activity without the natural and human resources? And if both of those two kinds of capital are getting destroyed, even in the beautiful and bountiful state of Kerala, what will happen to not just the Western Ghats, but every mountain range, every river, every groundwater source and aquifer, every agricultural land without which we cannot attain food security, and what will happen to the people who are directly living on the nature and surviving on a piece of land with their own shelter. This question needs to be answered. Whatever may be the blames and accusations and defamatory remarks against us, when a person like me come here, everyone would say, oh, again, you want to raise Nandigram. As Mr. Rajavan just said, their comrades and we were all together. And no doubt that time we were opposed, we were questioned. But I'm happy to say that it was the same left front that after that battle joined us, and we could really get abolished the 1894 British Days Land Acquisition Act and bring 2013 Act. Now this kind of rethinking, review of the position and emergence of the new ways of ആ സമരം നമ്മുടെ എല്ലാ ജനവിരുദ്ധ, ഭരണഘടനാ വിരുദ്ധ, സമത്വ വിരുദ്ധ, സാമൂഹ്യ വിരുദ്ധ നയങ്ങൾക്കെതിരായി ജനങ്ങൾക്ക് പോരാടാൻ കഴിയും എന്ന് തെളിയിച്ചതാണ്. ആ വിജയം ഇനിയും പൂർണ്ണമായിട്ടില്ല. ഒരുപാട് മുൻപോട്ട് പോകാനുണ്ട്. MSD അടക്കമുള്ള കുറഞ്ഞ താങ്ങുവില അടക്കമുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മുമ്പോട്ട് പോകണം. എങ്കിലും ഒരു വർഷക്കാലം അവർ നടത്തിയ സമരം കൊണ്ട് കർഷകരുടെ മാത്രമല്ല ഇന്ത്യൻ ജനതയുടെ മുഴുവൻ ആത്മാഭിമാനം, ഭരണഘടനാ ബോധം, നിയമത്തിനോടുള്ള ബാധ്യത ഇതെല്ലാം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫാസിസ്റ്റ് കോർപ്പറേറ്റ് വൽക്കരണ, ഉപഭോഗ, അതുപോലെ ചരക്കുവൽക്കരണ, അഴിമതി തുടങ്ങിയ എല്ലാ ഇത്തരത്തിലുള്ള ദൂഷ്യങ്ങൾക്കെതിരെ നമുക്ക് സമരം ചെയ്താൽ ജയിക്കാൻ കഴിയുമെന്ന് കർഷക സമരം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വികസനം അല്ലെങ്കിൽ വിനാശം എന്ന് ഒരു കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത്, ഒരു വർഷം മുമ്പ് പറഞ്ഞത്, നിങ്ങൾക്ക് വികസനം വേണോ പരിസ്ഥിതി വേണോ എന്നാണ്. ആ ചോദ്യത്തിന് എന്തർത്ഥമാണുള്ളത്? മനുഷ്യർക്ക് ജീവിക്കുന്നവരുടെ ഭൂമി, വെള്ളം, വനം, വായു, കടൽ ഇതെല്ലാം ആശ്രയിച്ച് ജീവിക്കുന്ന വലിയൊരു വിഭാഗം മനുഷ്യർ, അവരുടെ ജീവിതം, അവരുടെ വീട്, അവരുടെ മറ്റ് ആസ്തികൾ ഇതൊന്നുമില്ലാതെ ഏത് വികസനത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഈ ചോദ്യം ഉന്നയിക്കാതെ ഇനിയൊരു വികസന പദ്ധതിയെ കുറിച്ചും നമുക്ക് വിലയിരുത്താനാവില്ല. നന്ദിഗ്രാമിൽ നേരത്തെ രാജീവ് പറഞ്ഞതുപോലെ നന്ദിഗ്രാമിൽ നമ്മൾ ഒരുമിച്ച് വലിയ സമരം ചെയ്തതാണ്. അവിടെ ഇടതുപക്ഷം അടക്കം ഇടതുപക്ഷത്തിന് ഒരു ബോധ്യം വന്നു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ 1894 ബ്രിട്ടീഷുകാരുടെ കാലത്തെ ഭൂമി ഏറ്റെടുക്കൽ നിയമം മാറ്റി 2013 നിയമത്തിലേക്ക് കൊണ്ടുവന്നു. അതിന്റെ ഫലമായി പുതിയ ചിന്തകൾ, പുതിയ സമത്വബോധം, നീതിയെ സംബന്ധിച്ച്, സുസ്ഥിരതയെ സംബന്ധിച്ച് ഒക്കെ തന്നെ മുമ്പോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ചിലപ്പോൾ ഇത്തരം പദ്ധതികളെ സംബന്ധിച്ച് വരുമ്പോൾ അത് കേരള പദ്ധതിയാവാം, അല്ലെങ്കിൽ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയാവാം, സർദാർ സരോവർ പദ്ധതിയാവാം, അല്ലെങ്കിൽ വലിയ നദീതടങ്ങളിൽ മലകളിൽ ഉണ്ടാക്കുന്ന വൻകിട നിർമ്മാണ പദ്ധതികളാവാം. അതിൽ യഥാർത്ഥത്തിൽ അതിലെ ജനാധിപത്യപരമായി അതിന്റെ ഉടമകൾ ഈ രാജ്യത്തെ ജനങ്ങളാണ് എന്ന് തീരുമാനിക്കലാണ് ആദ്യത്തെ കാര്യം. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി ഉണ്ടാവുന്നത്. ഒരു ഭരണഘടന അനുസരിച്ചാണ് ഇവിടെ ഭരിക്കുന്നത്.
ഇപ്പോൾ RTA അനുസരിച്ച് വിവരാവകാശം നമുക്ക് ലഭിക്കുക മാത്രമല്ല, കേവലം അറിയാനുള്ള അവകാശമോ സാക്ഷിയാവാനുള്ള അവകാശമോ അതിന് ഇരയാകാനുള്ള അവകാശത്തിനോ അപ്പുറത്ത് നമുക്ക് വേണ്ടത് നമ്മൾ പങ്കാളികളാവുന്ന, നമ്മൾ സമ്മതം കൊടുക്കുന്ന ഒരു വികസന പദ്ധതിയാണ്. ഭരണഘടനയുടെ 243 പദ്ധതി വകുപ്പനുസരിച്ച് ഈ അവകാശമുണ്ട്. ജനങ്ങളുടെ ഇച്ഛയനുസരിച്ച് മാത്രമേ വികസനം നടത്താവൂ എന്നുണ്ട്. പക്ഷേ അത് നടത്തുന്നില്ല എങ്കിൽ ഈ പദ്ധതി എന്നല്ല ഒരു പദ്ധതിയും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. I know neither you nor us we are against development and also not against the infrastructural projects. But the question is one of paradigm. When in Paris to Glasgow, there is discussion and debates based on the impact on the climate that the developmental activities, as they are invariably called, are having on the climate, we realize that the real question is of the political and economic climate that decides the paradigm. Because of the commitments given in Paris or in Glasgow, where our Prime Minister has said that by 2070 there would be zero net. ഈ വർഷം തന്നെയാണ് പാരീസിലും അതിനു മുമ്പ് ഗ്ലാസ്ഗോയിലും അതിനു മുമ്പ് പാരീസിലും ഒക്കെ വലിയ അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ നടന്നത് കാലാവസ്ഥാ മാറ്റം സംബന്ധിച്ച്. അതിൽ നമ്മൾ വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു. പാരീസിൽ കൊടുത്ത വാഗ്ദാനം അനുസരിച്ച് നമ്മുടെ കാർബൺ എമിഷൻ കുറച്ചു കൊണ്ടുവരണം. പക്ഷെ ഇപ്പോഴും ഇന്ത്യയുടെ ഊർജ്ജോത്പാദനത്തിന്റെ 60% താപവൈദ്യുതത്തിലേക്ക് നിന്നാണ്. ഗ്ലാസ്ഗോയിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യം അവിടെ ചർച്ച ചെയ്തത് ഇവിടെ എങ്ങനെ നടപ്പാക്കും എന്നതാണ് പ്രധാന ചോദ്യം. ഇപ്പോ ഈ ചോദ്യം ഇവിടെ ഉന്നയിക്കേണ്ടതുണ്ട്. കാരണം പശ്ചിമഘട്ടം എന്നത് വലിയ അതിലോലമായ തരത്തിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് കേരളത്തിൽ ഒരിക്കലും നമുക്ക് അത് പശ്ചിമഘട്ടമില്ലാത്ത ഒരു കേരളത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇവിടെ പ്രളയം ഉണ്ടായപ്പോൾ 2018 പ്രളയത്തിൽ നാം ഒരു നിയന്ത്രണവുമില്ലാതെ അണക്കെട്ടുകളെ തുറന്നു വിട്ടു. എന്നാൽ പിന്നീട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതിൽ അല്പം വ്യത്യാസമുണ്ടായി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഗാഡ്ഗിൽ റിപ്പോർട്ടിനോളം ഇല്ലെങ്കിലും അതിനെ വളരെ ലഘൂകരിച്ചതാണെങ്കിലും കസ്തൂരിരംഗൻ റിപ്പോർട്ട് പോലും ഒരു കാര്യം പറയുന്നു: നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ വേണം എന്ന്. ഉരുൾപൊട്ടലും മരണങ്ങളും നിരന്തരം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് പരിഗണിക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു റിപ്പോർട്ട്, ഒരു പദ്ധതി നടപ്പാക്കാനാവുക? മഹാരാഷ്ട്രയിൽ ലാവാസ പോലെയുള്ള നിരവധി പ്രോജക്റ്റുകൾ ജനങ്ങൾ ഇടപെട്ടുകൊണ്ട് നിർത്തിവെച്ചിട്ടുണ്ട്. ഓരോ പദ്ധതിക്കുമെതിരെ നമുക്ക് പോരാടേണ്ടി വരുന്നു എന്നതാണ് ദുരന്തം. നമ്മുടെ നേതാക്കൾ, ഭരണകർത്താക്കൾക്ക് നയപരമായി ഏത് പദ്ധതികൾ വേണം എന്ന് തീരുമാനിക്കാനുള്ള ശേഷി ഇല്ലാതായിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ 2 ജില്ലകളിൽ നടത്തിയ പഠനത്തെ കുറിച്ചാണ് പറഞ്ഞത്. അത് റായ്ഗഡിലും കോലാപൂരിലും നടത്തിയ പഠനങ്ങൾ. അവിടെ വലിയ പ്രളയങ്ങൾ ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് പ്രളയങ്ങൾ ഉണ്ടായി എന്ന പഠനത്തിന് അവിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വൻകിട ഹൈവേകൾ, റെയിൽവേകൾ, അതുപോലെയുള്ള പദ്ധതികളാണ് അവിടെ പ്രളയത്തിന് കാരണമായത് എന്ന് നമുക്ക് വരുന്നു. കേരളത്തിലും ഇത്തരത്തിലുള്ള നമ്മളൊരു അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കൊന്നും എതിരില്ല. പക്ഷേ വികസന പദ്ധതികൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുള്ളത്. 2017-ലും 2018-ലും ഇത് തുടങ്ങിയ ഈ പദ്ധതി അലോക് കുമാർ വർമ്മയെ പോലെയുള്ള ഇതിന്റെ റെയിൽവേ രംഗത്തെ വിദഗ്ധർ എത്ര കൃത്യമായി അതിന്റെ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ആ ഓരോ ചോദ്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട് ഇത്തരമൊരു സ്റ്റാൻഡേർഡ് ഗേജിൽ ഇത്തരമൊരു പദ്ധതി വന്നു? എന്തുകൊണ്ട് റോഡ് ഗേജിൽ വന്ന എല്ലാ ജനങ്ങൾക്കും പോകാൻ കഴിയുന്ന തീവണ്ടി പാതയായി ഇത് മാറ്റാൻ കഴിയില്ല എന്നുള്ളത്. പൊതുവെ റെയിൽവേ തന്നെ സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന ഒരു കാലത്ത് റെയിൽവേക്ക് കൂടി ആവശ്യമില്ലാത്ത ഇത്തരം പദ്ധതികൾ എന്തിനാണ് നാം കൊണ്ടുവരുന്നത് എന്നത് വളരെ പ്രധാനമാണ്. കേവലം ഇതിന്റെ ഒരു പാരിസ്ഥിതിക വിഷയം മാത്രമല്ല, അതിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മനുഷ്യർക്കും പോകാവുന്ന, എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള തീവണ്ടിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും പണം കൊടുത്ത് പോകാൻ കഴിയുന്ന തീവണ്ടി. ഇതിന്റെ നഷ്ടം വരുന്നത് കൃഷിഭൂമിയാവാം, തണ്ണീർത്തടമാവാം, കണ്ടൽക്കാടുകളാവാം, അല്ലെങ്കിൽ മലകളാവാം, മനുഷ്യന്റെ ജീവിതമാകാം, വീടുകളാവാം, എല്ലാം ആവാം.
അങ്ങനെയുള്ള ഒരു പദ്ധതിക്ക് സാമൂഹ്യാഘാത പഠനം എല്ലാം കേവലം ചില കോർപ്പറേറ്റ് ഏജൻസികൾ നടത്തി സർക്കാർ പറയുന്നിടത്ത് ഒപ്പിട്ട് കൊടുക്കുന്നതാവരുത്. അതിൽ ജനങ്ങൾക്ക് പങ്കാളികളാവണം, അതിൽ ഗ്രാമസഭകൾ ഉണ്ടാവണം, നഗരസഭകൾ ഉണ്ടാവണം. ജനങ്ങളുടെ അഭിപ്രായം നോക്കാതെ ഇത്തരം പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ നമുക്ക് അതിനെ എതിർക്കുകയല്ലാതെ വേറെ ഒരു വഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികൾ 2013 നിയമം അനുസരിച്ചാണോ നിങ്ങളുടെ ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് ചോദിക്കണം. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ? ഗ്രാമത്തിൽ വന്ന്, ഗ്രാമസഭയിൽ വന്ന് ജനാധിപത്യപരമായി ചോദിച്ചോ ഈ പദ്ധതികൾ എന്തിനാണ് നടപ്പാക്കേണ്ടത്? നമുക്കറിയാം, കോവിഡിന്റെ കാലത്ത് 20 ദിവസം കൊണ്ട് 21 നിയമങ്ങൾ പാസ്സാക്കിയ പാർലമെന്റാണ് നമ്മുടെ. അന്ന് ചർച്ച പോലും നമ്മൾ നടത്തിയില്ല. അതിലെ നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ കർഷകർ 1 വർഷം പോരാടി ആ കർഷകർ പല നിയമങ്ങളും റദ്ദാക്കിയത് എന്ന് കൂടി നമ്മൾ ഓർക്കുക. 1947 മുതൽ നമ്മൾ സമരം ചെയ്ത് നേടിവന്ന കർഷകർക്കും തൊഴിലാളികൾക്കും ഒക്കെയുള്ള നിരവധി നിയമങ്ങൾ ഒറ്റയടിക്ക് റദ്ദാക്കിക്കൊണ്ടാണ് പുതിയ തൊഴിൽ നിയമങ്ങൾ അടക്കം വരുന്നത്. അതുകൊണ്ട് തന്നെ കേരളയിൽ നിന്നൊരു പദ്ധതിക്ക് എതിരായ ഒരു പോരാട്ടം മാത്രമല്ല, നമുക്കറിയാം എൻട്രോൺ അടക്കമുള്ള നിരവധി പോരാട്ടങ്ങൾ. ഇപ്പോൾ നമുക്കൊരു ഭാഗ്യമുണ്ടായി. 2020 EIA ഭേദഗതി ചെയ്യാൻ വേണ്ടി, പരിസ്ഥിതി ആഘാത പഠനം നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടിയുള്ള നിയമം ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അത് വന്നിരുന്നുവെങ്കിൽ ഒരു പദ്ധതിക്കും പല പദ്ധതികൾക്കും ഇതുപോലെ വേണ്ട നദി നശിപ്പിക്കാനും മലകൾ നശിപ്പിക്കാനും ഒക്കെ ഒരു മുൻകൂർ അനുമതിയും ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇതിന്റെ EIA വന്നു. ആ EIA അത് യഥാർത്ഥ ഏജൻസി അല്ല എന്നതുകൊണ്ട് നിങ്ങൾ തന്നെ സമരം ചെയ്ത് അതിന്റെ അംഗീകാരം ഇല്ലാതാക്കി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അതിന്റെ അംഗീകാരം റദ്ദാക്കി എന്നത് നിങ്ങളുടെ വലിയ ഒരു വിജയമാണ്. While I say it is fortunate that the central government, which is otherwise known for committing, who really care for nature and care for the people's planning and people's democracy, I really promise you that we would do our best. But if Pinarayi Vijayan ji himself, who is the main decision maker in Kerala, Narendra Modi, he cannot compare himself with. He should not. And he should really engage into a dialogue, which we wanted to happen when the highway was affecting thousands of families. But I don't think that ever happened with fully open heart and openness and transparency and accountability, which are the principles which are listed in the manifesto of every political party, but not followed between any 2 elections. So it is necessary that you really compel the government to hold a dialogue first, and if they don't, then the fight is inevitable. We will be with you. So लड़ेंगे, जीतेंगे, लड़ेंगे, जीतेंगे कि हारेंगे, लड़ेंगे, जिंदाबाद. ഈ പദ്ധതിയുടെ വികസനം എന്ന വാക്ക് തന്നെ ഒരു നിയമലംഘനമാണ്. ഇതിന്റെ DPR വിദഗ്ധമായ പദ്ധതി റിപ്പോർട്ട് ഇതുവരെ നിയമസഭയിൽ പോലും വച്ചിട്ടില്ല. MLA-മാർക്ക് പോലും അറിയില്ല. വലിയ ഹൈവേകളും വലിയ പദ്ധതികളും നിർമ്മിക്കുമ്പോൾ നമുക്കറിയാം, കൊച്ചിയിൽ വെള്ളാർപാടം പദ്ധതി അടക്കം ദേശീയപാത അടക്കമുള്ള പദ്ധതികളിൽ നിരവധി ആളുകൾ കുടിയൊഴിക്കപ്പെടുന്നു. നമ്മുടെ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും അടക്കം അദാനിയെ പോലെയുള്ള ആളുകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. കർഷക സമരങ്ങൾ ഈ സ്വകാര്യവൽക്കരണത്തിനും ഇത്തരം കയ്യേറ്റങ്ങൾക്കും എതിരായി നടന്ന സമരമാണ്. ഇവിടെയും ഈ പദ്ധതിയുടെ സ്വഭാവം വെച്ച് PPP, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ രൂപത്തിലേക്ക് പോകാം എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ DPR എന്നത് കേവലം ഒരു RTA അവകാശമല്ല, അത് നമ്മുടെ ജന്മത്തിനുള്ള അവകാശമാണ്. കാരണം എന്താണ് നമ്മുടെ മേൽ വരുന്നത് എന്ന് അറിയാനുള്ള നമ്മുടെ അവകാശമാണ്. എന്നെ ഞെട്ടിച്ച ഒരു കാര്യം, ഇവിടെ ഫ്ലഡ്, കേരളത്തിൽ ഫ്ലഡ് വന്നപ്പോൾ ആ ഫ്ലഡിനെതിരെ അതിന്റെ സുരക്ഷാ പദ്ധതികൾ നന്നായി ചെയ്ത, വർഗീയതയ്ക്കെതിരെ നന്നായി നിലപാടെടുത്ത ഇവിടുത്തെ മുഖ്യമന്ത്രി ഈ വിഷയം വരുമ്പോൾ ഇത്ര മോശമായി എന്തുകൊണ്ട് പെരുമാറുന്നു? ഒരുപക്ഷേ ഫ്ലഡിലും റീഹാബിലിറ്റേഷൻ, പുനർപുനരധിവാസമൊന്നും വേണ്ട രീതിയിൽ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അതിൽ ഇതിനേക്കാൾ നന്നായി നിലപാടെടുത്ത മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ഗ്രീൻ പദ്ധതി എന്ന് പറയുന്നത്? ഇതൊരു ഹരിത പദ്ധതിയാണ് എന്ന അദ്ദേഹത്തിന്റെ അവകാശവാദത്തെ രീതിയിൽ നിർബന്ധമായും ചോദ്യം ചെയ്യുകയാണ്. അദ്ദേഹം പ്രധാനമന്ത്രി എഴുതിയത് ഇത് ഗ്രീൻ പദ്ധതിയാണ് എന്നാണ്. എങ്ങനെയാണ് ഇത്രയധികം കൃഷിഭൂമി നശിപ്പിച്ച ഒരു പദ്ധതിയെ നമ്മൾ ഗ്രീനാവും?
ഇതിനു വേണ്ട നിർമ്മാണ സാമഗ്രികൾ സ്വീകരിക്കുന്നതൊക്കെ വലിയ തോതിൽ ഊർജം സ്വീകരിച്ചുകൊണ്ട് ഇതിന്റെ ഖനനം നടത്തുന്നതാണെങ്കിലും ഇതിലുള്ള സിമെന്റ് ആണെങ്കിലും കമ്പിയാണെങ്കിലും വെള്ളമാണെങ്കിലും ഒക്കെ വലിയ തോതിൽ ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഇത്തരം പദ്ധതികൾ വരുമ്പോൾ അതുണ്ടാക്കുന്ന ഊർജം, ഇപ്പൊ ഇവിടെ പറയുന്നത് റോഡ് ഗതാഗതം കുറയുന്ന, കേരളത്തിൽ എവിടെയാണ് റോഡ് ഗതാഗതം കുറയുക? ഏത് പദ്ധതി വന്നാലാണ് റോഡ് ഗതാഗതം കുറയുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു തെളിവും ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. അത് ഗ്രീനാണ് എന്ന് പറയുന്നതിന്റെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. മറ്റൊരു കാര്യം, ഇത് വെസ്റ്റേൺ ഘട്ടിനെ, നമ്മുടെ പശ്ചിമഘട്ടത്തെ വലിയ തോതിൽ നശിപ്പിക്കുന്നു. അത് ഉറപ്പാണ്. വലിയ തോതിൽ നശിപ്പിക്കുന്ന ഒരു പദ്ധതി നിങ്ങളെങ്ങനെയാണ് ഹരിത പദ്ധതി എന്ന് പറയുക? അതുപോലെ ഇതിന്റെ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇനി 20,000 കുടുംബങ്ങൾ കുടിയൊഴിഞ്ഞ് അവർ പുതിയ വീടുകൾ വയ്ക്കുമ്പോൾ അതിനുവേണ്ടി വരുന്ന ഊർജവും അതിനുവേണ്ടി വരുന്ന ചെലവും പാരിസ്ഥിതിക നഷ്ടവും നോക്കിയാൽ ഇതെങ്ങനെയാണ് ഒരു ഗ്രീൻ പദ്ധതി എന്ന് പറയുക? അപ്പോ അതുകൊണ്ട് ഏത് പദ്ധതിയെ കുറിച്ചും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് തുറന്നു കാട്ടാനുള്ള ചുമതല നമ്മൾ ജനങ്ങൾക്കാണ്. അത് ജനങ്ങൾ തന്നെ തുറന്ന് കാണിക്കേണ്ടതുണ്ട്. കാരണം സാമ്പത്തിക വിദഗ്ധരെയും അതുപോലെ വലിയ വിദഗ്ധരെയും ഒക്കെ ഈ കോർപ്പറേറ്റുകൾ പലപ്പോഴും കയ്യിലെടുത്തേക്കാം. ഇതിനു മുമ്പ് തന്നെ നടപ്പാക്കിയ പല പദ്ധതികൾ, തുറമുഖങ്ങളാവാം, പ്രത്യേക സാമ്പത്തിക മേഖലകളാവാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബുള്ളറ്റ് ട്രെയിനോ ഹൈവേകളോ ആവാം, അതിന്റെയൊക്കെ ഫലം എന്താണ് എന്ന് ഇപ്പോഴെങ്കിലും നമുക്ക് പഠിക്കാൻ കഴിയണം. കാരണം എത്ര പേർക്ക് തൊഴിൽ കിട്ടി ഈ പദ്ധതിയിൽ തന്നെ, എത്ര പേർക്ക് തൊഴിൽ കിട്ടും? ഒരുപക്ഷെ ദിവസക്കൂലിക്കാരായ കുറച്ചു പേർക്ക് അവിടെ എവിടെയൊക്കെ തൊഴിൽ കിട്ടിയേക്കാം. ഇതിന് മുമ്പുള്ള പദ്ധതികളിൽ എത്ര പേർക്ക് തൊഴിൽ കിട്ടി എന്ന് ചോദ്യമുണ്ട്. എത്ര പേരുടെ കൃഷിഭൂമി നഷ്ടപ്പെട്ടു? എത്ര പേരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു? എത്ര പേരുടെ ഭവനം നഷ്ടപ്പെട്ടു? ചൈന പോലെയുള്ള, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ അവരിപ്പോൾ ഒരു പരിധി വരെ, ജപ്പാൻ അടക്കം ഇപ്പോൾ അവരുടെ പഴയ വികസന നയത്തിൽ നിന്ന് പുറകോട്ട് പോവുകയാണ്. വലിയൊരു ആണവ അപകടം ഉണ്ടായതിനു ശേഷം ജപ്പാൻ സ്വന്തം നാട്ടിൽ ഇത്തരം വികസനങ്ങൾ നടത്തുന്നില്ല. ആ വികസനങ്ങളൊക്കെ അവർ കയറ്റി അയക്കുകയാണ്. എന്നിട്ട് അവർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ അന്താരാഷ്ട്ര ഏജൻസികൾക്ക്, ജെയ്ക്ക പോലെ ഇതിന് ലോൺ കൊടുക്കുന്നത് ജപ്പാൻ ബാങ്കാണ്. ജെയ്ക്ക പോലെയുള്ള സ്ഥാപനങ്ങൾ അവർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ വിദഗ്ധരെയും രാഷ്ട്രീയ നേതാക്കളെയും പ്ലാനിങ് ആസൂത്രണ വിദഗ്ധരെയും കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് പറയും ഇതല്ലാതെ വേറെ വഴിയില്ല, നമുക്കിത് ചെയ്തേ പറ്റും. ഇതിന് ചിലവ് 63,000-65,000 കോടി എന്ന് സംസ്ഥാനവും 1,26,000 കോടി എന്നാണ് നമ്മുടെ കേന്ദ്രം പറയുന്നു. ഇതിന് എത്ര കുറഞ്ഞതായാലും ഇതിന്റെ പലിശയുടെ പലിശയും എങ്ങനെയാണ് നമ്മുടെ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തുന്നത്? നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട പണം നോക്കുമ്പോൾ അത് നമ്മുടെ സമ്പദ്ഘടനയിൽ എന്ത് ഉത്പാദനമാണ് നടത്തുന്നത്? മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വളർച്ച എന്ന വാക്ക് തന്നെ അപകടകരമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ 15,000 ശാസ്ത്രജ്ഞന്മാർ, വിവിധ രാജ്യങ്ങളിലെ വിവിധ മേഖലകളിലെ 15,000 ശാസ്ത്രജ്ഞന്മാർ മുൻപോട്ട് വെച്ച ഒരു ആശയമാണ് ഡീ ഗ്രോത്ത് എന്നത്. അതായത് വളർച്ചക്കെതിരാണ്, അല്ലെങ്കിൽ കീഴോട്ടുള്ള വളർച്ച എന്നുള്ളത്. അത് മുന്നോട്ട് വയ്ക്കുമ്പോൾ തീർച്ചയായും അത് പരിഗണിക്കാതെ ഇനി മുൻപോട്ട് പോകരുത്. ഒരു വികസനവും എക്കോണമിയല്ല, സമ്പദ് വ്യവസ്ഥയല്ല പരിഗണിക്കേണ്ടത്, പാരിസ്ഥിതിക അവസ്ഥയാണ്, ഇക്കോളജിയാണ് പരിഗണിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. കേരളം ഇക്കാര്യത്തിൽ വളരെ ഉയർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ്. ഇവിടെ ഇതിനുവേണ്ടി മുടക്കുന്ന പണം, ഈ പണം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? കേരള സർക്കാർ, കേരള മുഖ്യമന്ത്രി എഴുതിയിരിക്കുന്നു, ഇതിന് ഉത്തരവാദിത്തമുള്ള ഞങ്ങൾ എടുത്തുകൊള്ളാം. ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ നികുതി പണത്തിൽ നിന്ന് എടുത്തുകൊള്ളാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കേരളത്തിന് നികുതി പണം കൊടുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇത് സംബന്ധിച്ച് ഈ പണം എങ്ങനെ ഉണ്ടാവും, എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് അറിയാനുള്ള അവകാശമുണ്ട് എന്നതാണ് ഇവിടെ പ്രശ്നം. പിന്നെ പറയുന്നത് 70,000 ആളുകൾ ഒരു ദിവസത്തിൽ യാത്ര ചെയ്യുന്നതാണ്. മുംബൈ അഹമ്മദാബാദ് ലൈനിൽ 40,000 ആളുകൾ എന്ന് പറഞ്ഞതിനെ തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു. അതുപോലും ശരിയല്ല. അപ്പൊ ഇവിടെ 70,000 ആളുകൾ ഈ ചെറിയ നഗരങ്ങളിൽ എങ്ങനെ യാത്ര ചെയ്യും എന്ന ചോദ്യമുണ്ട്. അപ്പോ ഇതിലും ഒരുപാട് കാര്യങ്ങളിൽ ഈ വർഷം തന്നെയാണ് പാരീസിലും അതിനു മുമ്പ് ഗ്ലാസ്ഗോയിലും അതിനു മുമ്പ് പാരീസിലും ഒക്കെ വലിയ അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ നടന്നത് കാലാവസ്ഥാ മാറ്റം സംബന്ധിച്ച്. അതിൽ നമ്മൾ വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു. പാരീസിൽ കൊടുത്ത വാഗ്ദാനം അനുസരിച്ച് നമ്മുടെ കാർബൺ എമിഷൻ കുറച്ചു കൊണ്ടുവരണം. പക്ഷെ ഇപ്പോഴും ഇന്ത്യയുടെ ഊർജ്ജോത്പാദനത്തിന്റെ 60% താപവൈദ്യുതത്തിലേക്ക് നിന്നാണ്. ഗ്ലാസ്ഗോയിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യം അവിടെ ചർച്ച ചെയ്തത് ഇവിടെ എങ്ങനെ നടപ്പാക്കും എന്നതാണ് പ്രധാന ചോദ്യം. ഇപ്പോ ഈ ചോദ്യം ഇവിടെ ഉന്നയിക്കേണ്ടതുണ്ട്. കാരണം പശ്ചിമഘട്ടം എന്നത് വലിയ അതിലോലമായ തരത്തിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് കേരളത്തിൽ ഒരിക്കലും നമുക്ക്, അത് പശ്ചിമഘട്ടമില്ലാത്ത ഒരു കേരളത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല.
ഇവിടെ പ്രളയം ഉണ്ടായപ്പോൾ 2018 പ്രളയത്തിൽ നാം ഒരു നിയന്ത്രണവുമില്ലാതെ അണക്കെട്ടുകളെ തുറന്നു വിട്ടു. എന്നാൽ പിന്നീട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതിലല്പം വ്യത്യാസമുണ്ടായി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഗാഡ്ഗിൽ റിപ്പോർട്ടിനോളം ഇല്ലെങ്കിലും അതിനെ വളരെ ലഘൂകരിച്ചതാണെങ്കിലും കസ്തൂരിരംഗൻ റിപ്പോർട്ട് പോലും ഒരു കാര്യം പറയുന്നു: നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ വേണം എന്ന്. ഉരുൾപൊട്ടലും മരണങ്ങളും നിരന്തരം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് പരിഗണിക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു റിപ്പോർട്ട്, ഒരു പദ്ധതി നടപ്പാക്കാനാവുക? മഹാരാഷ്ട്രയിൽ ലാവാസ പോലെയുള്ള നിരവധി പ്രോജക്റ്റുകൾ ജനങ്ങൾ ഇടപെട്ടുകൊണ്ട് നിർത്തിവെച്ചിട്ടുണ്ട്. ഓരോ പദ്ധതിക്കുമെതിരെ നമുക്ക് പോരാടേണ്ടി വരുന്നു എന്നതാണ് ദുരന്തം. നമ്മുടെ നേതാക്കൾ, ഭരണകർത്താക്കൾക്ക് നയപരമായി ഏത് പദ്ധതികൾ വേണം എന്ന് തീരുമാനിക്കാനുള്ള ശേഷി ഇല്ലാതായിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ 2 ജില്ലകളിൽ നടത്തിയ പഠനത്തെ കുറിച്ചാണ് പറഞ്ഞത്. അത് റായ്ഗഡിലും കോലാപൂരിലും നടത്തിയ പഠനങ്ങൾ. അവിടെ വലിയ പ്രളയങ്ങൾ ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് പ്രളയങ്ങൾ ഉണ്ടായി എന്ന പഠനത്തിന് അവിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വൻകിട ഹൈവേകൾ, റെയിൽവേകൾ, അതുപോലെയുള്ള പദ്ധതികളാണ് അവിടെ പ്രളയത്തിന് കാരണമായത് എന്ന് നമുക്ക് പറയുന്നു. കേരളത്തിലും ഇത്തരത്തിലുള്ള നമ്മളൊരു അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കൊന്നും എതിരല്ല. പക്ഷേ വികസന പദ്ധതികൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമുള്ളത്. 2017-ലും 2018-ലും ഇത് തുടങ്ങിയ ഈ പദ്ധതി അലോക് കുമാർ വർമ്മയെ പോലെയുള്ള ഇതിന്റെ റെയിൽവേ രംഗത്തെ വിദഗ്ധർ എത്ര കൃത്യമായി അതിന്റെ ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ആ ഓരോ ചോദ്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട് ഇത്തരമൊരു സ്റ്റാൻഡേർഡ് ഗേജിൽ ഇത്തരമൊരു പദ്ധതി വന്നു? എന്തുകൊണ്ട് റോഡ് ഗേജിൽ വന്ന എല്ലാ ജനങ്ങൾക്കും പോകാൻ കഴിയുന്ന തീവണ്ടി പാതയായി ഇത് മാറ്റാൻ കഴിയില്ല എന്നുള്ളത്. പൊതുവെ റെയിൽവേ തന്നെ സ്വകാര്യവൽക്കരിക്കപ്പെടുന്ന ഒരു കാലത്ത് റെയിൽവേക്ക് കൂടി ആവശ്യമില്ലാത്ത ഇത്തരം പദ്ധതികൾ എന്തിനാണ് നാം കൊണ്ടുവരുന്നത് എന്നത് വളരെ പ്രധാനമാണ്. കേവലം ഇതിന്റെ ഒരു പാരിസ്ഥിതിക വിഷയം മാത്രമല്ല, അതിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മനുഷ്യർക്കും പോകാവുന്ന, എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള തീവണ്ടിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും പണം കൊടുത്ത് പോകാൻ കഴിയുന്ന തീവണ്ടി. ഇതിന്റെ നഷ്ടം വരുന്നത് കൃഷിഭൂമിയാവാം, തണ്ണീർത്തടമാവാം, കണ്ടൽക്കാടുകളാവാം, അല്ലെങ്കിൽ മലകളാവാം, മനുഷ്യന്റെ ജീവിതമാകാം, വീടുകളാവാം, എല്ലാമാവാം.